തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം UDFിനെയും LDFിനെയും കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFും UDFും തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ വിജയിക്കാൻ എല്ലാ തരത്തിലുള്ള അടവുകളും പയറ്റുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി തൃശൂർ ജില്ലയിൽ UDF ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലം 1977 മുതൽ 2001 വരെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്ന മണ്ഡലമാണ്. എന്നാൽ 2006 മുതൽ മുസ്ലിം ലീഗിൽ നിന്ന് ആ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു. നിലവിൽ അക്ബർ ആണ് അവിടെ MLA ആയി വിജയിച്ചിരിക്കുന്നത്. ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ തന്നെ അപ്പർ ക്ലാസ് ഹിന്ദുക്കളും ഒരുപാടുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, അതായത് 1977 മുതൽ വിജയിച്ചു വന്നത് ഒരു മതേതര മുഖം ഒന്നുകൊണ്ട് മാത്രമാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ വികസനത്തിനും ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുമതിലിനും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ബജറ്റിലടക്കം ഫണ്ട് കണ്ടെത്താൻ ഗുരുവായൂരിൽ നിന്നുള്ള ലീഗിൻ്റെ MLAമാർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്ന ലോക്സഭാംഗം ആര് തന്നെയായാലും അവരും ലോക്സഭയിൽ എപ്പോഴും ഗുരുവായൂർ മണ്ഡലത്തിന് വേണ്ടി ശബ്ദമുയർത്തുക പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ 2006 മുതലാണ് മണ്ഡലം ഇടത്തേക്ക് പോയത്. ഈ പോയ മണ്ഡലം തിരിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുകയും മുസ്ലിം ലീഗിന് തുല്യമായ മറ്റൊരു സീറ്റ് നൽകാനും ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ KPCC നേതൃത്വം. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ വരാനാണ് സാധ്യത കൂടുതൽ. സന്ദീപ് വാര്യർ BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള BJPയുടെ ചില സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ളവരുടെ വോട്ടും കോൺഗ്രസിനെ കാലാകാലങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഹിന്ദു നായർ വോട്ടും ബ്രാഹ്മൺ വോട്ടും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സന്ദീപ് വാര്യരെ കളത്തിലേക്ക് ഇറക്കാൻ UDF ആലോചിക്കുന്നത്. അങ്ങനെ സന്ദീപ് വാര്യർ കളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുകോട്ട പൊളിയുമെന്ന് കരുതപ്പെടുന്നു. സന്ദീപ് വാര്യരിനെ കുറിച്ച് നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് വരെ BJPയിലായിരുന്ന അദ്ദേഹം പാലക്കാട് നിയമസഭാ ഇലക്ഷന്റെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ വക്താവായ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആകും എന്നുവരെ വിചാരിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ ചില ഇടപെടലുകൾ മൂലമാണ് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം ഇതുവരെയും സന്ദീപ് വാര്യർക്ക് ലഭിക്കാത്തത്. എന്നാൽ കോൺഗ്രസിലേക്ക് വന്നതിൽ പിന്നെ കോൺഗ്രസിന്റെ വക്താവാകുന്നതിന് തൊട്ട് മുൻപ് പലതവണ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയും തൻ്റെ മതേതര മുഖം പാണക്കാടെ തങ്ങൾമാരെ ബോധ്യപ്പെടുത്തുകയും അതുവഴി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സന്ദീപ് വാര്യർ ശ്രമിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഗുരുവായൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ആ മണ്ഡലം പിടിക്കാമെന്നാണ് കരുതുന്നത്. അതായത് അതിനു മുൻപായി ലീഗിനെ അനുനയിപ്പിച്ച് സന്ദീപ് വാര്യരാണ് സ്ഥാനാർത്ഥിയെന്നും സന്ദീപ് വാര്യർ വഴി ആ സീറ്റ് ലഭിക്കുമെന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. എന്തായാലും ഇതിനോടകം ഈ വിഷയത്തിൽ VD സതീശൻ തന്നെ നേരിട്ടിടപെട്ട് ഗുരുവായൂരിൽ സന്ദീപ് വാര്യർക്കുള്ള സീറ്റ് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. VD സതീശനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്ന് ഗുരുവായൂർ മണ്ഡലം സന്ദീപ് വാര്യർ വഴി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2026 നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, സന്ദീപ് വാര്യർ ഷൊർണൂർ പ്രദേശത്താണ് ജീവിക്കുന്നത്. ഷൊർണൂർ സ്വദേശിയാണ്. അദ്ദേഹം RSS നേതൃത്വവുമായൊക്കെയുള്ള വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അങ്ങനെ BJPയിൽ നിൽക്കുമ്പോൾ തന്നെ സന്ദീപ് വാര്യർക്ക് ഒരു സന്ദീപ് വാര്യർ ആർമി തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലേക്ക് എത്തിയപ്പോഴും സന്ദീപ് വാര്യർക്ക് ഒരിക്കലും ഒരു കുറവ് തോന്നിയിരുന്നില്ല. കാരണം കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ സന്ദീപ് വാര്യരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ് ഉണ്ടായത്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഗുരുവായൂരിൽ മത്സരിക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിനെ ഇറക്കി കളം പിടിക്കാനും അതുവഴി സീറ്റ് ഉറപ്പിക്കാനുമാണ് BJPയുടെ ശ്രമം. പത്മജ വേണുഗോപാലിനെ നമുക്കറിയാം, കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് K കരുണാകരന്റെ മകളാണ് പത്മജ വേണുഗോപാൽ. തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. 1000-ൽ താഴെ വോട്ടുകൾക്ക് 984 വോട്ടുകൾക്കാണ് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടത്. BJPയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി കാല് വാരിയതുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടാണ് പത്മജ പോയത്. ഒക്കെ ശരിയാണ്. പത്മജ BJP സ്ഥാനാർത്ഥിയായി ഗുരുവായൂരിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ സ്വിംഗ് വോട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ് ആഭിമുഖ്യമുള്ളവരുടെ വോട്ട് കൂടി പത്മജയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മണ്ഡലം BJPയുടെ കയ്യിലേക്ക് എത്തിക്കാമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. ചുരുക്കം പറഞ്ഞാൽ UDF ആയാലും BJP ആയാലും ഗുരുവായൂർ മണ്ഡലത്തിൽ ലക്ഷ്യം വെക്കുന്നത്
നായർ ബ്രാഹ്മൺ വോട്ടുകളാണ്. ചുരുക്കം പറഞ്ഞാൽ ഗുരുവായൂരിൽ BJP ആയാലും കോൺഗ്രസ് ആയാലും ലക്ഷ്യം വെക്കുന്നത് നായർ ബ്രാഹ്മൺ വോട്ടുകളാണ്. ഈ നായർ ബ്രാഹ്മൺ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക് അടിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇനി ഒരിക്കൽ പോലും ഗുരുവായൂർ മണ്ഡലം കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ KPCCയുടെ ഡിജിറ്റൽ മീഡിയയുടെ തലപ്പത്തേക്ക് വരാനുള്ള സാധ്യതയെ നമുക്ക് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കാരണം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലായാലും വളരെയധികം ആഞ്ഞടിക്കുകയാണ് BJPക്കും ഇടതുപക്ഷത്തിനും എതിരായിട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ പഹൽഗാം വിഷയത്തിൽ മോദി എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോദിയുടെ സുരക്ഷാ പാളിച്ചയല്ലേ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഇടതുമുന്നണിയെയും BJPയെയും ഒരുപോലെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ടും യോഗ്യമായൊരു പോസ്റ്റാണ് KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ എന്നുള്ളത്. KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്തേക്ക് കൂടി അദ്ദേഹം എത്തുകയാണെങ്കിൽ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിനും ഒരു വലിയ രീതിയിലുള്ള ഊർജം കിട്ടുമെന്ന് തീർച്ചയാണ്. ആദ്യം അനിൽ ആന്റണി കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു വിഭാഗം അനിൽ ആന്റണിയുടെ വരവോടുകൂടി തന്നെ നിർജീവമായി. പിന്നീട് ഡോക്ടർ P സരിനിലൂടെ ഒന്ന് തളിർത്തു കൊഴുത്ത് വന്ന KPCCയുടെ ഡിജിറ്റൽ വിഭാഗം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് സരിൻ ഇടതുവശത്തേക്ക് ചാഞ്ഞു. അതോടുകൂടി KPCCക്ക് ഡിജിറ്റൽ മീഡിയയ്ക്ക് ഇപ്പോൾ നാഥനില്ലാത്ത ഒരവസ്ഥയിലാണ്. ആ നാഥനില്ലാത്ത കളരിയിലേക്കാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് നേതൃത്വം എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത്. മിക്കവാറും 2026 നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്തേക്കോ KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ സന്ദീപ് വാര്യർ എത്തിയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന ലേബലോ KPCC ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ എന്ന ലേബലോ ഉപയോഗിച്ചിട്ടാവും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ കൈപ്പത്തി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തീവാറുന്ന പോരാട്ടം തന്നെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് വസ്തുത.